ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. ചന്ദ്രിക നോക്കിയോ സുന്ദരി
കാപ്പി കുടിക്കാനിരുന്നോട്ടോ. എന്നും പൊട്ടും മന്ദാരെ മുട്ടയില്ലേ? കൂടെ മട്ടൻ കുറുമയും കൂടി ആയാലോ? ആ, എനിക്ക് വലിയ ഇഷ്ടാ കുറുമ. അതിനെന്താ, അച്ഛൻ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പുറത്തെ മുറിയിലെ അലമാരയില്. അതിന്ന് കുറച്ചെടുത്ത് മട്ടനോ ചിക്കനോ എന്താന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാട്ടോ. എനിക്കൊന്നും വേണ്ട, പൊട്ടിന്നും മടുത്തു. എടാ കഴിച്ചിട്ട് പോടാ, പട്ടിണിക്ക് സ്കൂളിൽ പോവാതെ. എനിക്കൊന്നും വേണ്ട. ഓ, കാലത്ത് തന്നെ പണി തുടങ്ങിയോ? ഇന്ന് കമ്പനി പോണില്ലേ? ഞാനിന്ന് ലീവ് എടുത്ത്. ഈ പണി തെരഞ്ഞെടുത്ത തന്നെ ലീവ് എടുക്കാനാണല്ലോ. ഇന്നെന്താ ലീവിന്റെ ആവശ്യം? ഇന്നൊരു ഡയറക്ടറെ കാണാനുണ്ട്. നമ്മുടെ സ്റ്റീഫൻ സുരേന്ദ്ര സാറില്ലേ, അദ്ദേഹത്തിന് നല്ലൊരു കഥ ആവശ്യമുണ്ട്. നല്ല കഥയല്ലേ, അതിന് നിങ്ങൾ എന്തിനാ പോണേ? ആക്കിയതാണല്ലേ? അങ്ങനെ തോന്നിയോ? ഞാൻ സത്യം പറഞ്ഞതാ. എന്നെങ്കിലും എന്റെ കാലം വരും ശോഭേ, നീ ഒന്ന് വെയിറ്റ് ചെയ്. ആ, അപ്പോഴേക്കും മൂട്ടില് വേര് മുളയ്ക്കും. നിങ്ങൾ ലീവ് എടുത്ത് സിനിമാന്നും പറഞ്ഞ് കറങ്ങി നടന്നു. മാസം അവസാനം മുഴുവൻ ശമ്പളം പോലും കിട്ടാതെ ഹോ രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് നിങ്ങൾക്ക് അറിയോ ഉണ്ണിയേട്ടാ? ആകെപ്പാടെ 15,000 രൂപ ശമ്പളം. ഈ ലീവ് എല്ലാം എടുത്ത് ഇതിന്റെ പകുതി പോലും കിട്ടുന്നുണ്ടോ ഇവിടെ? വെറുതെ ഈ പേപ്പറെല്ലാം അലമാരിൽ കുത്തി നിറച്ച് പാറ്റയ്ക്ക് തീറ്റ കൊടുക്കാൻ കൊള്ളാം. ഒരു തിരക്കഥാകൃത്ത്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇന്ന് അപ്പു സ്കൂളിൽ കഴിക്കാതെയാ പോയത്. അവന് പുട്ട് വേണ്ടാത്രേ, വേറെ ഉണ്ടാക്കി കൊടുക്കാൻ. സ്റ്റോക്ക് ഇരിക്കല്ലേ അടുക്കളയില്. ശോഭേ, നമുക്കും ഒരു സമയം വരും. വരും വരും. നിങ്ങൾ ഈ പേനയും പേപ്പറുമായിട്ട് ഇവിടെ കുത്തിയിരുന്നോ? നാളെ പിള്ളേര് വലുതായി അവർക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോ 5 പൈസക്ക് ഗതിയില്ലാതെ ഈ ഇരിപ്പിരുന്നാ മതി. എന്നിട്ട് പറയാം നമുക്ക് നല്ല കാലം വരും, നമുക്ക് നല്ല കാലം വരുമെന്ന്. മര്യാദയ്ക്ക് ജോലിക്ക് പോയി വല്ലതും മിച്ചം വെക്കാൻ നോക്ക്. പിള്ളേരെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം അടുപ്പിലിട്ട് കത്തിക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. ശോഭേ, ഈ ആനവയലാമ്പഴങ്ങ ആ ഇങ്ങോട്ട് കൊണ്ടുവാ, ചെത്തി ഉപ്പിലിടാം. ഭരണം പോരാന്ന് പ്രതിപക്ഷ നേതാവ്. അല്ലെങ്കിലും ഭരണം നല്ലാണെന്ന് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് പറയൂ? എന്താ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഒരു തർക്കം? പ്രതിപക്ഷം അത്ര പോരാ അല്ലേ കാതർക്ക? ഭരണം ലോക പരാജയ. ദേ ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം പറയുന്നു. എന്നാ കടം പറഞ്ഞോട്ടെ. അതൊട്ടും വേണ്ട. എന്റെ കാതർക്ക ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരായി? ആ ബായി എന്തെടുക്കണാണ്? 1 2 3 4 5 6 7 8 ചായ എടുക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുത്തിരിക്കേ? इसमें पूरा चींडी है साहब. എന്തുണ്ടാന്ന്? चींडी चींडी पंजारेल उरुम എടാ, ഇവിടെ ഈ ഉറുമ്പിനെ എണ്ണി കളിക്കാനാണോ നിന്നെ പഠിക്കി നിർത്തിയേക്കണത്? നീ ചായ എടുത്തു കൊടുക്കടാ. या साहब. ദേ തുടങ്ങി അവന്റെ കാവിളി. നീ ഇങ്ങോട്ട് മാറി നിന്നെ. ഉറുമ്പിനെ എണ്ണിക്കൊണ്ടിരുന്നാലേ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പോവും. ഞാൻ കൊടുത്തോളാം. ശോഭയോട് ഡയറക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചായ പറയും. ഇക്ക 2 ചായ. എങ്ങോട്ടാണാവോ കാലത്ത് സഞ്ചയം തൂക്കി? അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കുഞ്ഞുമേടെ മോളുടെ കല്യാണമാണ് നാളെ. ഞങ്ങൾ അങ്ങോട്ട് പോവാ. ചേട്ടാ വേണ്ട. ഓ, ഞങ്ങൾക്ക് ക്ഷണമൊന്നുമില്ലല്ലോ. ഈ പൊട്ടക്കണറ്റി കിടക്കണ തവളകള് ലോകം കണ്ടിട്ടില്ലല്ലോ. സ്വന്തം നില മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉണ്ണിയേട്ടന് പുതിയൊരു സിനിമ കിട്ടി. ഡയറക്ടർ കാണാൻ പോകുന്ന വഴിയാ. കൂടി ഞാനും. ഇക്ക ചായ എടുത്താ? തൽക്കാലം ഉള്ളത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു.
ഈ ആക്രിക്കാരൻ വന്നേ പിന്നെ ഒരു കാലിക്കുപ്പി പോലും കിട്ടാതായി. ബൈ. ആ ദാ ഗ്ലാസ്. പൈസ പിടി. പോ. അത് ശരി. ലൊക്കേഷൻ വയനാടാക്കിയതിന് കാരണങ്ങളുണ്ട്. സബ്ജക്റ്റ് അവിടുത്തെ ആംബിയൻസിന് പറ്റിയതാ. എവിടെ വെച്ചാലും ഫ്രെയിം അല്ലേടോ. സെക്കൻഡ് ഹീറോ ആയിട്ട് നവീനെ വെക്കണം. താൻ അഡ്വാൻസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുക. സാർ, ഞാൻ കൃഷ്ണനുണ്ണി. അതിന് ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ്. എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, സാറിന് വായിച്ചു നോക്കിയാൽ. തൽക്കാലം ഒരു രക്ഷയില്ല. പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുക. അതിന്റെ ലൊക്കേഷൻ കാണാൻ പോകാൻ ഇറങ്ങിയതാ. മാത്രമല്ല 1-2 വർക്കുകൾ കൂടി തുടങ്ങാനുണ്ട്. താൻ പോയിട്ട് പിന്നെ വാ. സാറേ, അങ്ങനെ പറഞ്ഞ പോലെ സാറേ, സാർ ഒന്ന് വായിച്ചാൽ തന്നെ എൻ്റെ ഭാഗ്യമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. എടോ, ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുന്ന കണ്ടില്ലേ? ഇതിടെ സ്ക്രിപ്റ്റ് നോക്കാനൊന്നും സമയമില്ല. സാറേ, കുറേ വർഷമായി ഞാൻ ഈ സ്ക്രിപ്റ്റായിട്ട് പലരുടെ അടുത്ത് പോകുന്നു, ആരും ഗവനിച്ചില്ല. സാർ ഇത് വായിച്ചു നോക്കിയാൽ മാത്രം മതി. സുരേഷേ, ഈ സ്ക്രിപ്റ്റ് വാങ്ങി വെച്ചരേ. താൻ ഏതായാലും 2 ദിവസം കഴിഞ്ഞു വാ. സമയം കിട്ടിയ ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഞാൻ വന്ന് കണ്ടോളാം. ആവിദേ, ആ ആലുവയ്ക്കുള്ള വണ്ടിയിൽ ഒരു 10 കേസ് ലീഡ് കയറ്റി സാറേ. എന്തായടാ ഇന്നലെ പോയിട്ട് കാര്യങ്ങളും എല്ലാം നടന്നോ? സ്ക്രിപ്റ്റ് കൊടുത്തു, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ശരിയാ, പടച്ചവന്റെ കയ്യൊപ്പ് കിട്ടിയ പിന്നെല്ലാം ഓക്കെ. നീ ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നമ്മുടെ രാജന് രാജ്കുമാർ ആകാൻ. ഇന്നലെ കണ്ടപ്പോഴും നിന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കിയവരും പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ പിടിവിട്ട് നടക്കുക പുള്ളി. ആ ഉണ്ണി, ഇനി 2 ദിവസം ലീവ് എടുക്കല്ലേ, കുറച്ച് ഓർഡർ ഉണ്ട്. ഇനി 2 ദിവസം കഴിയാതെ ലീവ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഉണ്ണി എന്തേടി? പാതി ദിവസം ജോലിയും പാതി ദിവസം ലീവ് എടുത്ത് നടക്കല്ലേ സിനിമ പറഞ്ഞ്. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ വരും. നീ തന്നെ വരുത്തി വെച്ചതല്ലേ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ണിയുടെ പുറകെ നടക്കുകയായിരുന്നില്ലേ നീ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉണ്ണിയേട്ടൻ വരുമ്പോ അച്ഛനും അമ്മയും കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. വരട്ടെ. ഒരു തരത്തിൽ നോക്കിയാ കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, വേറൊരു ദുശീലങ്ങളും ഇല്ല ഉണ്ണിക്ക്. എന്തിനാ അധികം? പണിക്കും പോവാതെ കുടുംബം നോക്കാതെ നടക്കുന്ന തന്നെയല്ലേ ഏറ്റവും വലിയ ദുശീലം. ആ, അച്ഛനും അമ്മയും ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. നീ ഇപ്പൊ ചായ ഒന്നും എടുക്കാൻ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നാ പിന്നെ ഡ്രസ്സ് മാറിയിട്ട് വാ. അങ്ങനെ ആവട്ടെ മോള്. യെസ്, കം ഇൻ. ആ, വരൂ. വാ, ഇരിക്കേ. ഇരിക്കേ. ഇരിക്കടോ. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. താങ്ക് യു സാർ. വെറുതെ ഒന്ന് മറിച്ച് നോക്കിയതാ, അപ്പം മൊത്തം വായിക്കാൻ തോന്നി. എഴുതിയിരിക്കുന്ന പാറ്റേൺ നല്ലതാ, സ്റ്റൈലിഷ്. പക്ഷേ ഇക്കഥയിൽ ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്, അത് മാറണം. ഇന്നത്തെ സ്റ്റൈൽ ഒരു ന്യൂ ജനറേഷൻ സ്റ്റോറി തയ്യാറാക്കണം. 1-2 കഥകൾ എൻ്റെ മനസ്സിലുണ്ട് സാർ. അതൊക്കെ ന്യൂ ജനറേഷനെ പറ്റിയതാ. അതിൽ പ്രണയം ഉണ്ടാകണം, നല്ല സോങ് ഉണ്ടാകണം, സസ്പെൻസ് ഉണ്ടാകണം. ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിനിമയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തനിക്ക് എഴുതാൻ പറ്റുമോ? തീർച്ചയായും എഴുതാം സാർ. ഞാൻ ആദ്യമായിട്ടാണ് പുതിയ ഒരാളെ പരീക്ഷിക്കുന്നത്. വളരെ നന്ദിയുണ്ട് സാർ. എൻ്റെ കഥ വായിച്ചതിലും എന്നെ വിശ്വസിച്ച് ഈ കാര്യം എന്നെ ഏൽപ്പിച്ചതിലും. നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. ഞാനും ചില സജഷൻസ് ഒക്കെ പറഞ്ഞു തരാം. ശരി സാർ. സാർ, ഏയ് ഓക്കെ.
എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എല്ലാ ദിവസവും ജോലിയുണ്ട്. പുതിയ കഥ എഴുത്തും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എഴുതുന്നുണ്ട്. എന്റെ മോനെ, നീ ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ പോയാ എങ്ങനെ ശരിയാവും? കൊല്ലം കുറെ ആയില്ലേ, എവിടെയെങ്കിലും എത്തിയോ? അതൊട്ടേ ഇല്ലതായി. ഇതങ്ങനെയല്ലമ്മേ. സ്റ്റീഫൻ സാർ പേരുള്ള ആളാ. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് എഴുതുന്നേ. ഇതെന്തായാലും നടക്കാൻ സാധ്യതയുണ്ട്. ഉണ്ണി, പിള്ളേര് വളർന്നു വരെയല്ലേ മോനെ. അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ നടന്നാൽ 10 കൊല്ലം കൂടി കഴിഞ്ഞ പാറുമോളെ കല്യാണം കഴിച്ചു കൊടുക്കാറാവും. അതിനെ പറഞ്ഞ് തിരക്കേടില്ലാത്ത രീതിയിൽ വിടണ്ടേ? ഇപ്പം മുതൽ ശ്രദ്ധിച്ചാലേ അതെല്ലാം നടക്കും. എന്തായാലും ഈ ഒരു സ്ക്രിപ്റ്റ് കൂടി എഴുതി തീർക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാം. ഇനി ഒരു രക്ഷയുള്ളൂ അമ്മേ, ഞാൻ എന്തെങ്കിലും പണിക്ക് പോവാം. ഉണ്ണിയേട്ടൻ പിള്ളേരും നോക്കി ഇവിടെ ഇരിക്കട്ടെ. ആര് പറഞ്ഞാലും ഈ മനുഷ്യൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനാണെങ്കിൽ കടക്കാരെ കൊണ്ട് തോറ്റു. ശോഭ നീ ഒന്നും മിണ്ടോണ്ടിരിക്കും. മോനെ, പോയത് പോട്ടെ, ഇനിയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. ശോഭ നീ ഭക്ഷണം വിളമ്പ്, വിശക്കണം. വാ മോനെ. ആ വന്നാ? ഞാൻ 1 മണിക്കൂറായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും വിടണ്ടേ? വൈകിട്ട് വരേണ്ട സ്റ്റാഫ് വന്നിട്ടില്ല. വാ, എങ്ങോട്ടാ? 5 മണിക്ക് മുമ്പ് വീട്ടിലെത്തിച്ചാ പോരെ? വാ, ഇത് പിടിച്ചോ. ഓക്കേ. ഫിലിം സ്റ്റാർ ആയിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ? വല്ലതും നടക്കുവോ? നടക്കാതെ എവിടെ പോവാൻ എൻ്റെ പൊന്നു മോളെ. ആ ഉണ്ണിയേട്ടാ, ആ ഒരല്പം സ്വസ്ഥത കിട്ടാനാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇപ്പോൾ ഉള്ള സ്വസ്ഥതയും പോയി. എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങളായിട്ട് ചേട്ടൻ്റെ സ്വസ്ഥതയൊന്നും കളയാൻ പോകുന്നില്ല. വാ, നമുക്ക് പോവാം. പോട്ടെ. ഇനി ഇതിന്റെ പുറത്തൂടെ ബുൾഡോസർ കയറ്റി ഇറക്കിയാൽ അതിനൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് പേസ്റ്റ് അല്ല, വെറും വേസ്റ്റാ. ഇന്ന് പല്ല് തേക്കണ്ട. ഇന്നലെ ഒന്ന് പറയായിരുന്നില്ലേ ശോഭ പേസ്റ്റ് ഇല്ലാന്ന്? ഇന്നലെ പറയാൻ വന്നു കയറിയത് എപ്പോഴാന്ന് ഓർക്കുന്നുണ്ടോ? മൊബൈലില് 10 പ്രാവശ്യം വിളിച്ചു, അതും ഓഫ്. മനുഷ്യനായാലേ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. അച്ഛനും അമ്മയും വന്ന് ഉപദേശിച്ചു നോക്കി, വരും വരായികളൊക്കെ നിരത്തി. നീ കാലത്തിന് നാഴിയെടുത്ത് വെയിലത്ത് വെക്കല്ലേ ശോഭ? ആ എന്നാലേ ഇന്ന് പല്ല് തേക്കണ്ട. തൽക്കാലം തൽക്കാലം മാവില കൊണ്ട് പല്ല് തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകും. ഛേ, എന്റെ കാലക്കേട്. സിനിമ സിനിമ എന്ന് പറഞ്ഞിങ്ങനെ കറങ്ങി നടന്നോ? സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫീസ് അടയ്ക്കാൻ. കഴിഞ്ഞ 2 വർഷം മുമ്പ് തയ്പ്പിച്ച് യൂണിഫോം ഇട്ടോണ്ടാ പിള്ളേർ ഇപ്പോഴും നടക്കുന്നേ. എന്റെ ഈശ്വരാ, ഞാൻ വല്ല ആത്മഹത്യം ചെയ്യേണ്ടി വരും. അബ്ബാസേ, എടാ അബ്ബാസേ, ആ പഴം മുഴുവൻ തിന്ന് തീർക്കല്ലേടാ. ഈ ചെറുക്ക
ചെറുക്കനെ കൊണ്ട് വല്ലാത്ത പാടായില്ല. ഇവനൊന്നും ഈ സാമാനം ചെവി കുത്തി കയറ്റി വെച്ചാൽ മനുഷ്യൻ പറയണ വലുത് കേൾക്കൂ. ഈ പഴം മുഴുവനും തിന്ന് തീർക്കാതെ നീ ആ പാത്രം ഒന്ന് കഴുകി വെച്ച്. ഓ ടീക്കെ ഇങ്ങോട്ട് വന്നു. അപ്പുറത്തെ രാജം വന്നിരിപ്പുണ്ട്. കടം പറയാനാ ഇന്നലത്തെ പഴംപൊരി ഇരിപ്പുണ്ട്. 2 എണ്ണം എടുത്ത് അവനിക്ക് കൊടുത്തു. ടീക്കെ എന്ന് പറയാതെ നീ ആ പഴംപൊരി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് വേണം മാവ് കലക്കി വെക്കാൻ. ഇത് ഇനി ഇവിടെ കിടന്നാൽ ശരിയാവൂല. ഇതെന്റെ കണ്ണുമുമ്പിൽ തന്നെ കിടക്കും. ഈ പണ്ടാറ പോന്നൂല്ല. അല്ലാ ഓ ഇടങ്ങേറി. അച്ഛൻ വീണ്ടും കഥ എഴുത്ത് തുടങ്ങിയോ? ഞാൻ അച്ചാച്ചനോട് അമ്മൂമ്മയോട് പറഞ്ഞു കൊടുക്കും. അച്ഛനടുത്ത് നിനക്കെന്താണപ്പം? അച്ഛാ ടീച്ചറിനോടൊന്ന് കഥ എഴുതാൻ പറഞ്ഞു. ആഹാ, എന്നിട്ട് എഴുതിയോ? എനിക്കാ കഥാരചനയിൽ ഫസ്റ്റ്. അമ്പളം എടുക്കാ. ഒരു തോട്ടി പോയതെല്ലാം പൂളോമാര്. എടാ അപ്പു, 4 അക്ഷരം പഠിക്കാൻ നോക്ക്. കഥയും മണ്ണാങ്കട്ടി. ഇപ്പൊ നന്നായിട്ട് പഠിച്ചാ വലുതാവുമ്പോ ഒരു ജോലി സമ്പാദിക്കാം. അല്ലേതേ അച്ഛനെ പോലെ പേപ്പറും ചുരുട്ടി എറിഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കേണ്ടി വരും. നീ പറഞ്ഞ കേട്ടതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിക്കണ 2 എണ്ണത്തിന്. ദേ പിള്ളേര് ഇവിടെ നിൽക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദൈവത്തെ ഓർത്ത് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് തീർത്തോട്ടെ. ഒരു സമാധാനം താ. അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനക്കേട് ഞാനാണല്ലോ. എഴുത് കുത്തിയിരുന്ന് എഴുത്. ഈ എഴുത്ത് കണ്ടിട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. ഏത് നശിക്കാനുണ്ടായ സമയത്താണോ എനിക്ക് ഈ ബുദ്ധി തോന്നിയത്. ഉണ്ണിയേട്ടാ കഥ പറയ് കേക്കട്ടെ. ഇതൊരു 4 ചെറുപ്പക്കാരുടെ കഥയാണ്. വ്യത്യസ്ത സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന 4 ചെറുപ്പക്കാർ. അവർ സുഹൃത്തുക്കളാവും. അവരുടെ വളരെ ദൃഢമായ സുഹൃത്ബന്ധമാണ്. ഒരാൾ ബാങ്ക് ജീവനക്കാരൻ, മറ്റൊരാൾ സിവിൽ എഞ്ചിനീയർ, ബാക്കിയുള്ള 2 പേർ ബിസിനസ്സുകാരാണ്. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്സ്. പെട്ടെന്ന് ഇവരിൽ ഒരാൾ മരണപ്പെടുകയാണ്. അവിടുന്ന് സിനിമ മറ്റൊരു വഴിത്തിരിവിലേക്ക് തിരിയുകയാണ്. ഇത് കൊലപാതകമാണെന്ന് മരിച്ചവന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അടിപൊളി പറയ്. കൊന്നത് ഈ 3 പേരിൽ ഒരാളാണെന്ന് വീട്ടുകാർ സംശയിക്കുകയാണ്. ഇതിലൊരാൾക്ക് ഒരു പെൺകുട്ടിയായിട്ടൊരു പ്രണയമുണ്ട്. ഇത് പൊളിക്കും ചേട്ടാ പറയ്. അങ്ങനെ SP റാങ്കിലൊരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ്. ഈ 3 പേരെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം. ഉദ്യോഗസ്ഥന് ചില വിവരങ്ങൾ ലഭിക്കും. ഈ 3 പേരുമല്ല കൊന്നതെന്ന് ഉദ്യോഗസ്ഥന് മനസ്സിലാവുന്നു. എങ്കിൽ യഥാർത്ഥ കൊലയാളി ആര്? സൂപ്പർടാ സൂപ്പർ. കുഴലൂതും കാറ്റിൻ തേൻ ചുണ്ടിൽ ചിരിയുണരും പോലെ കളിയോടം തുഴയും കുഞ്ഞോളം കളി പറയും മഴമേഘം പെയ്യുമ്പോൾ നീയൻ കരളിൽ നിറയുമ്പോൾ കുഴലൂതും കാറ്റിൻ തേൻ ചുണ്ടിൽ ചിരിയുണരും പോലെ ഹൃദയങ്ങൾ ഇണചേരും പുലരിപ്പൂമ
മഞ്ഞിൽ അധരങ്ങൾ മധുനുകരും പ്രണയത്തിൻ ചൂടിൽ ഹൃദയങ്ങളിണ ചേരും പുലരിപ്പൂ മഞ്ഞിൽ തരങ്ങൾ മധുനുകരും പ്രണയത്തിൻ ചൂടിൽ മന്ദാരപ്പൂ പോലെ കനവിൽ വിടരാമോ രാവുണരും നേരം എൻ നെഞ്ചിൽ പടരാമോ ഞാനണയും നേരം എന്നറിയാമോ കുഴലൂതും കാറ്റിൻ തേൻ ചുണ്ടിൽ ചിരിയുണരും പോലെ കണിയുണരാണെൻ മുന്നിൽ ഒരു കതിരായി എന്നും മിഴിമുനയിൽ കാമനകൾ വിടരും പൂവായി നീ കണിയുണരാനിൻ മുന്നിൽ ഒരു കതിരായെന്നും മുനയിൽ കാമനകൾ വിടരും പൂവായി നീ അണയേണം നീ എന്നിൽ മധുവായലിയേണം ഉണരേണം നീ എന്നിൽ ഞാനായി മാറേണം ഒഴുകീണം നാമെന്നും മഴയായി പെയ്യണം കുഴലൂതും കാറ്റിൻ തേൻ ചുണ്ടിൽ ചിരിയുണരും പോലെ കളിയോടം തുഴയും കുഞ്ഞോളം കളി പറയും ചേലിൽ ഉണ്ണിയേട്ടാ സൂപ്പർ, ഒരു സംശയം വേണ്ട. ഈ സ്ക്രിപ്റ്റ് സിനിമയായി കഴിഞ്ഞാ സൂപ്പർ ഹിറ്റാ. പിന്നെ 4 പേരിൽ ഒരു കൂട്ടുകാരന്റെ വേഷം എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റീഫൻ സാറിനോട് പറഞ്ഞു റെഡിയാക്കണം. എടാ ആദ്യം സാറിതൊന്ന് വായിച്ച് കേക്കട്ടെ. അത് മതി ചേട്ടാ. രാജൻ എന്ന പേര് മാറ്റി രാജ്കുമാർ എന്ന പേരാക്കി മലയാള സിനിമയിൽ ബ്രാൻഡാക്കണം. ഞാൻ സ്റ്റീഫൻ സാറിനെ വിളിക്കട്ടെ. ആ വിളിക്ക് വിളിക്ക്. എടുക്കുന്നില്ലല്ലോ. വിളിക്കട്ടെ, എടുക്ക്. സാറ് വിളിക്കുന്നു. ഹലോ സാർ, ഞാൻ കൃഷ്ണനുണ്ണിയാണ്. സാർ, ഞാൻ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ ലൊക്കേഷനിലാണ്, തിരിച്ചു വിളിക്കാം. അപ്പോൾ താ സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാറ് വിളിക്കുമ്പോൾ ചെന്നാ മതി. ഇപ്പോഴത്തെ തിരക്കിലത്രേ. ഉണ്ണിയേട്ടാ, ഉണ്ണിയെണ്ണ തിരക്കുണ്ടാവുന്ന ഒരു ടൈം വരും കേട്ടാ.
ഹലോ ആ തീരാറായി. ഇനി ഒന്ന് കളർ ഗ്രേഡിംഗ് കൂടി ചെയ്താൽ മതി. ആ ശരി ശരി വന്നേക്കാം. ദേവി വാ ഊണ് കഴിക്കാം. ദാ അമ്മേ വരുന്നു. വാ മോളിരിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ ചാടിക്കടിക്കരുത്. സമാധാനമായി കേൾക്കണം. ഞങ്ങൾ കാണുമെണ്ണുമായി നീ ഒന്നേ ഉള്ളൂ. കാര്യം എൻ്റെ പെങ്ങടെ മോനാ രാജൻ. അവന് സിനിമയുടെ പുറകെ നടന്ന് നാളെ നടനാകുമെന്ന് ഓർത്ത് നടക്കുക. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. പെൺകുട്ടികൾക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും പ്രായം കൂടി വരിക. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കും. ഞാൻ എന്ത് തീരുമാനിക്കാനാ? അച്ഛൻ പറഞ്ഞത് കാര്യം മോളെ. ഈ കല്യാണം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ നല്ല പ്രായത്തിൽ നടക്കേണ്ടതാ. അല്ലാതെ മൂക്കിൽ പല്ല് വന്നിട്ട് നടത്തിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങളുടെ കൊച്ചുമക്കളെ എടുത്തുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ടാളും ഒരു തീരുമാനം എടുക്കണം. അച്ഛൻ രാജനെ കണ്ടു ഒന്ന് സംസാരിക്കുക. അതെങ്ങനെയാ? രാജന്റെ തലവേട്ടം കണ്ട അച്ഛൻ എവിടേക്കെങ്കിലും പോവും. എന്റെ അമ്മേ, കൃഷ്ണുണ്ണിച്ചേട്ടന്റെ സിനിമ ഏതാണ്ട് ശരിയായ മട്ട. അതിൽ രാജേട്ടൻ നല്ലൊരു വേഷമുണ്ട്. അതൊന്ന് കഴിയട്ടെ എന്നാ എന്റെ അടുത്ത് പറഞ്ഞ്. അവൻ നല്ലൊരു ആർക്കിടെക്റ്റാ. ഈ സിനിമയുടെ പുറകെ പോകാതെ അവൻ അവന്റെ ജോലി ചെയ്യാൻ പാടില്ലേ? ഓരോരുത്തർക്ക് അവരവരുടെ അംബീഷൻ ഇല്ലേ? അംബീഷൻ ഇതൊക്കെ എന്ന് നടക്കാനാ? അല്ലെങ്കിൽ അവരവരുടെ കയ്യിൽ തന്നെ നല്ല കാശ് വേണം. കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ സിനിമ. നീ നിന്റെ ഭാവി തീരുമാനിക്കണം. അവസാനം അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറു? എന്താ പറ്റിയേ? ഫീസ് കൊടുക്കാത്തോണ്ട് ക്ലാസ്സിൽ എന്നെ എണീപ്പിച്ചു നിർത്തി. ഞാൻ മാത്രമാണ് ഇനി ഫീസ് കൊടുക്കാൻ. എല്ലാവരും എന്നെ കളിയാക്കി. ഞാനിനി സ്കൂളിൽ പോകൂല. മോള് കരയല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. ദൈവമേ, ഒടുക്കത്തെ ആവാനാണ് ഈ സിനിമാ ഭ്രാന്ത്. കുടുംബം നോക്കില്ല, കുട്ടികളെ നോക്കില്ല. ഇനി ആര് പറഞ്ഞാലോ ഒന്ന് മനസ്സിലാക്ക. 40-40 വയസ്സായി. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ ഈ പോക്ക് പോയ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സന്തോഷത്തോടെ പറഞ്ഞു നോക്കി, സങ്കടത്തോടെ പറഞ്ഞു, ദേഷ്യപ്പെട്ടു. ഞാനിനി എന്ത് ചെയ്യും? ഇന്നത്തോടെ ഈ ഭ്രാന്ത് ഞാൻ നിർത്തിത്തരാം. മണ്ണൊഴിച്ച് കത്തിക്കില്ല. കാശിന് അനുഭവം ഇല്ലാത്ത കുറെ പേപ്പറുകൾ. മണ്ണെണ്ണ കുപ്പിക്ക് എടുത്തേ. ഇതെല്ലാം ഞാൻ കത്തിക്കും. ഇത് കുഴുകി തിന്നാ വിശപ്പ് മാറില്ലല്ലോ. ഇത് കൊണ്ടോ, ഇതൊന്ന് ഒഴിവാക്കി കിട്ടിയാ മതി. കാശൊന്നും തരണ്ട.
சூப்பராக இருக்கும் பேக் பண்ணுங்க. ഓക്കെ സാർ. ഹലോ സാർ, നമസ്കാരം. ആ കൃഷ്ണനുണ്ണി, താൻ നാളെ സ്ക്രിപ്റ്റുമായി 10 മണിക്ക് ഹോട്ടലിൽ വാ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ശരി സാർ, വരാം. എന്നാ നാളെ കാണാം. ഓക്കെ സാർ, താങ്ക് യു. നൂറെ, സ്റ്റീഫൻ സാർ വിളിച്ചിരുന്നു. നാളെ കഥ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. പിന്നെ കുറച്ച് മിനിക്കോടികളൊക്കെ ഉണ്ട് സ്ക്രിപ്റ്റിലെ. വായിക്കുന്നതെല്ലാം കറക്റ്റ് ആവണമല്ലോ. എന്നാ നീ ആ ലിസ്റ്റൊക്കെ സോർട്ട് ചെയ്തിട്ട് പോക്കോ. ഓക്കെ, താങ്ക് യു. വീണം ശോഭക്കുട്ടി, ശോഭേ. ശോഭേ, ശോഭേ, എടി ശോഭേ. എന്താ? ആലമാരി ഇരുന്ന സ്ക്രിപ്റ്റ് എവിടെ? അത് ആക്രിക്കാരന് കൊടുത്തു. എടി, കൊല്ല്, എന്നെ തല്ലി കൊല്ല്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ മനസ്സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. തിന്നാനും കുടിക്കാനും കുറവുണ്ടായിട്ട് ഞാൻ അതിന്റെ ഒരു ആരും അറിയിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുത്താൻ ഞാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ മക്കളുടെ സുഖം അന്വേഷിച്ചിട്ടുണ്ടോ? ഈ വീട് എങ്ങനെ കഴിയണേന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സിനിമയെന്ന് പറഞ്ഞ് നടക്കാതെ സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോവാൻ. ഇന്ന് പാറുവിന് ഫീസ് അടയ്ക്കാഞ്ഞിട്ട് അവളെ സ്കൂളിൽ നിന്ന് എണീപ്പിച്ച് നിർത്തി അവളെല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ അവൾ എന്തോരം നാണക്കേട് സഹിച്ചിട്ടുണ്ടാവും. ഇത് വല്ലതും നിങ്ങൾക്കറിയണം. എന്തിന് ഒരു സാരി പോലെ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ട് എത്ര കൊല്ലായി. ഈ കുട്ടികളെങ്കിലും നന്നായിട്ട് വളർത്തണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാനും കുട്ടികളും നല്ല ആത്മഹത്യ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇക്ക, ആ ആക്രി വെറുക്കുന്ന ആളെ ഇവിടെ എവിടെയും കണ്ടായിരുന്നോ? ആ, കാലത്ത് വന്ന് ചായ കുടിച്ചോണ്ട് പോയല്ല. അയാളുടെ വീട് എവിടെയാ? അയാളുടെ വീട് ഈ കറ്റാനത്ത്. കറ്റാനത്ത് എവിടെ? കറ്റാനത്ത് അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും ആക്രി പൈലിയുടെ വീട് പറഞ്ഞു തരും. വാ വിട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. പൈലിച്ചേട്ടനൊന്ന് കാണണം. അച്ചായി രാവിലെ പോയതാ, രാത്രി വരൂ. അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടുമോ? മൊബൈൽ എടുത്തിട്ടില്ല, ചാർജിലിട്ടിരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടാ? നേരിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഈ വണ്ടി എടുക്ക്.
നിർത്ത് നിർത്ത് നിർത്ത്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. പൈലി ചേട്ടനല്ലേ? അതെ. ചേട്ടൻ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് കടലാസുകളും ഫയലുകളൊക്കെ എടുത്തായിരുന്നു. ഉവ്വ, ഒരു സ്ത്രീയാ കൊണ്ടു തന്നത്. കാശും വാങ്ങിച്ചില്ല. അതൊന്ന് അത്യാവശ്യമായിട്ട് തിരികെ വേണമായിരുന്നു. അയ്യോ, ഞാനത് ടൗണിലെ കടയിൽ തൂക്കി കൊടുത്തില്ല. ഏത് കടയിൽ? ടൗണിലെ JK ഏജൻസീസിൽ. അത്യാവശ്യമാണ്, ഇപ്പൊ ചെന്നാൽ കിട്ടും. കട അടച്ചു കാണാൻ സാധ്യതയില്ല. ശരി. ആക്രിക്കാരെ പൈലിച്ചേട്ടൻ കുറച്ച് സാധനങ്ങൾ തന്നിരുന്നില്ല? അതിൽ കുറച്ച് എഴുതിയ പേപ്പറുകളും ഫയലുകളും ഉണ്ടായിരുന്നു. അത് തരാമോ? അത് വൈകിട്ട് നേരത്തെ ലോഡ് കയറിപ്പോയി. അതെങ്ങോട്ട് കയറിപ്പോയെന്ന് അറിയാമോ? 2-3 ലോറികളിലാണ് ഇവിടുന്ന് കയറി പോണത്. കോഴിക്കോടോ കോയമ്പത്തൂരോ പേപ്പർ പൾപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കാണ് പോകാറ്. ഏത് കമ്പനിയാണെന്ന് അറിയാൻ പാടില്ല. ആ വണ്ടിക്കാരുടെ നമ്പർ ഒന്ന് കിട്ടുമോ? വണ്ടിക്കാരുടെ നമ്പറൊന്നും ഞങ്ങൾ പഠിക്കാറില്ല. ദൈവം തീരുമാനിച്ചല്ലേ നടക്കും. എന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം ഉണ്ടായി കാണില്ല. വീട്ടിലാണെങ്കിൽ മൊത്തം പ്രശ്നം. സിനിമയെന്ന് കേൾക്കുന്നത് തന്നെ ശോഭയ്ക്ക് ഭ്രാന്ത. പിള്ളേർക്ക് പോലും എന്നോട് വെറുപ്പായി തുടങ്ങി. അവര് വെറുക്കുന്നതിലും കാര്യമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എൻ്റെ കയ്യിൽ കാശില്ല. അതുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഞാൻ തേടുന്നില്ല. ഉള്ള ജോലി തന്നെ മര്യാദയ്ക്ക് ചെയ്യാതെ പകുതി ശമ്പളക്കാരനായിട്ടാണ് ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്നത്. എന്തായാലും ഉള്ള ജോലി തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ് ഇനി മുതൽ. എനിക്കിനി ഒന്നും വേണ്ട. സിനിമ, എഴുത്ത് ഒന്നും. ഉള്ള സമാധാനം കളയാതെ ഇനിയുള്ള കാലം കുടുംബം നോക്കി നല്ലൊരു ഭർത്താവായിട്ട്, നല്ലൊരു അച്ഛനായിട്ട് എനിക്ക് ജീവിക്കണം. എന്നാലും ഉണ്ണിയേട്ടാ, നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയൂടെ? കോയമ്പത്തൂരോ കോഴിക്കോടോ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പോവാം. ഇല്ല, ഇനി അതിനുള്ള സമയമില്ല. എനിക്കൊരു നല്ല സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ക്രിപ്റ്റ് നഷ്ടപ്പെടില്ലായിരുന്നു. ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ സ്റ്റീഫൻ സാറിനെ പോയി കണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. അതിന് പോലും ദൈവം സമ്മതിച്ചില്ല. നമുക്കത് വിധിച്ചിട്ടില്ല. ഇനി മുതൽ എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ സന്തോഷം മാത്രം മതി. നാളെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാവാൻ തീരുമാനിച്ചു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും.
ഇരിക്കെ. നീ ആ ഡയറക്ടറെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല. എന്തു പറ്റി? ആളെ സ്ഥലത്തല്ല? അല്ല, പോയില്ല. അതെന്താന്നാ ചോദിച്ചത്? നിനക്കറിയാലോ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു തിരക്കഥാകൃത്താകുക എന്നായിരുന്നു. 15 വർഷം അതിനുവേണ്ടി കളഞ്ഞത്. പക്ഷെ വിധി അത് നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ നൂറെ. എന്താ ഇപ്പൊ ഉണ്ടായേ? ഇന്നലെ ശോഭ പഴയ സാധനങ്ങൾ ആക്രിക്കാരന് കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പുതിയ സ്ക്രിപ്റ്റും പെട്ടുപോയി. അത് വിറ്റ ആളെയും അത് കൊടുത്ത കടയിലും ഒക്കെ ഞാൻ പോയി നോക്കി. പക്ഷെ അവിടുന്നൊക്കെ അത് പോയി കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ലല്ലോ, പിള്ളേരൊക്കെ വളർന്നു വരികയല്ലേ. അവരുടെ ആവശ്യങ്ങൾക്ക് പണം വേണ്ടേ. നീ എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കാത്തത് നീ എൻ്റെ സ്നേഹിതനായതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എപ്പോഴും ജോലി നഷ്ടമായേനെ. എന്നാലും ഒരിക്കൽ കൂടി വേണ്ടതുണ്ട്. കുടുംബം ഒരു ശ്രീകോവിലാകണമെന്നാണ് ഞങ്ങൾ എഴുത്തുകാരുടെ ഭാഷ. ഇപ്പം അതൊരു ഭാര്യയും മക്കളും സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എനിക്കവരെ സ്നേഹിക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അല്ലേ പിന്നെ ഞാനൊരു മനുഷ്യനാവുമോ? ഞാൻ മുഴുവൻ സമയം ജോലി ചെയ്യും. നീ പറയുന്ന ജോലി എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് കുടുംബം പുലർത്താനുള്ള ശമ്പളം കിട്ടിയാൽ മതി. നിന്നെ ഞാനൊരു ജോലിക്കാരനായല്ലോ കണ്ടിരിക്കുന്നത്. എൻ്റെ ബാല്യകാല സുഹൃത്തായല്ലേ? എനിക്കറിയാന്നൂറെ, ഞാനൊരു തിരക്കഥാകൃത്തായി കാണാൻ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് നീയല്ലേ. പക്ഷെ എനിക്കത് കഴിഞ്ഞില്ല. നിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ട് മുൻപോട്ട് പോകും. നിന്റെ വീട്ടുകാരെ കരിനാക്ക് വലിച്ചെന്നടി തോന്നണേ. ഉണ്ണിയായിട്ട് എഴുത്ത് നിർത്തിയിടി. എന്റെ പ്രതീക്ഷ ഏകദേശം അവസാനിച്ച പോലെ. എന്തായാലും നന്നായി. എത്ര നാളാ ഇതും പറഞ്ഞ് നടക്കണേ? ആദ്യം നല്ലൊരു ജോലി കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ വീട്ടുകാരെന്നെ വേറെ കെട്ടിക്കും. അത് മനസ്സിൽ വെച്ചാ മതി മോളെ. സിനിമയിൽ നായകനാകാൻ പറ്റാത്തതിന്റെ ആ വിഷമം അപ്പൊ ഞാൻ തീർക്കും. എങ്ങനെ? നിന്നെ തട്ടിക്കൊണ്ട് മിന്നു കെട്ടി കൂടെ താമസിപ്പിച്ചോണ്ട്. ഞാനെന്താ ഫുട്ബോളാ? ഞാനങ്ങ് നിന്നുകയറിയില്ലേ തട്ടിക്കൊണ്ടു പോവാൻ. ജോലിയും കൂലിയുള്ള ഒരാൾ വന്നാലേ ഞാനങ്ങ് സമ്മതിക്കും. ശരിക്കും എന്നെ തേക്കാനുള്ള പരിപാടിയാണല്ലേ? ആ, ചിലപ്പോ തേച്ചെന്നിരിക്കും. അല്ലേലും ഈ പെണ്ണുങ്ങൾ വിശ്വസിക്കരുന്ന് പണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞുണ്ട്. പ്രേമിച്ചു എന്ന് വെച്ച് പട്ടിണി കിടക്കാൻ പറ്റുമോ? നല്ലൊരു ജോലി കണ്ടുപിടിക്കേ, അപ്പൊ നോക്കാം. ആഹാ, എന്നാ അത് തന്നെ. നാളെ തുടങ്ങി ജോലി തേടി തെണ്ടി ഇറങ്ങാൻ പോവാ. എന്ത് ജോലി? നല്ല വേഷം കിട്ടിയില്ലെങ്കിൽ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പോവും. എന്ത് ജൂനിയർ ആർട്ടിസ്റ്റ് മോശ? മാസം 30,000 ശമ്പളം കിട്ടും. ഒരു ദിവസം 1000 വെച്ച്. എന്താ പൊടിക്കോ 30,000 കിട്ടിക്കഴിഞ്ഞാ? വീണ്ടും ചങ്കരൻ തെങ്ങി തന്നെ. നന്നാവൂലെന്നാ തോന്നുന്നത്. ഓ, ഏതായാലും ഒരു വർഷം കൂടി നമുക്ക് നോക്കാം. എനിക്ക് 30ാമത്തെ വയസ്സില് രാജയോഗമാണെന്ന് കടയാൻ വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. അപ്പടെ ശരിയായില്ലെങ്കിൽ സത്യമായിട്ടും നിന്നെ കൂലിപ്പണി ചെയ്തിട്ടാണ് പൊന്നുപോലെയാൻ നോക്കും. പ്രോമിസ്. സന്തോഷായില്ലേ? എന്നാ വെള്ളം കുടിക്കും. അതെ, നീ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലോർ വേണമായിരുന്നു. ഇന്നൊരു പുതിയ ഐറ്റം യൂട്യൂബിൽ കണ്ടു, അതുണ്ടാക്കാനാ. എന്റെ കർത്താവേ, അടുക്കള പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ട്. എന്താ? ഇതൊരു സ്ക്രിപ്റ്റാ. നീ ഇതൊന്ന് വായിച്ചു നോക്കണം. ഞാൻ കുറച്ചൊക്കെ വായിച്ചു. നല്ല ത്രില്ലിങ് സബ്ജക്റ്റാ. പിന്നെ നീ ഒരു ചെറുകഥാകൃത്തും നിരൂപകയുമാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു അഭിപ്രായം എന്നോട് പറയണം. ആരെഴുതിയതാ? അതൊക്കെ പറയാം. ആദ്യം നീ ഇതൊന്ന് വായിച്ചു നോക്ക്. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. നമുക്കൊരു MTനെ ലോഹിദാസാണ് മോനെ നഷ്ടായത്. ഇതുപോലൊരു കൊലച്ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. മലയാള സിനിമയെ രക്ഷിക്കാൻ ഒരു ഉണ്ണി പിറക്കുമെന്ന് വിചാരിച്ചത് തെറ്റിപ്പോയി.
എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നൊരു കൊച്ചു സിനിമ മോഹം. പക്ഷെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നൊരു കൊച്ചുമിടുക്കം പറഞ്ഞില്ലേ, അതാ ശരി. എനിക്ക് ശരിയായില്ല. എന്നെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നില്ല, അതിലെനിക്ക് സന്തോഷവും. അത്രയെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ കാണാൻ നല്ല ചേല, അത് സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവും. അതാണ് ഇത് ശരി. മതിയായില്ലടാ, എഴുന്നേറ്റ് പോ. നേരം വെളുക്കുമ്പോ വന്ന് കുത്തിയിരുന്ന് ഈ രാഷ്ട്രീയം പറയില്ല. പോയി വല്ല പണിയും നോക്കണ. ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചു. വീണ്ടും ഒന്നുകൂടെ വായിക്കുക. കലക്കനായിട്ടുണ്ട്. ഇതാരെഴുതിയതാ? ആരായി കൃഷ്ണനുണ്ണി? അത് ഞാൻ തന്നെയാ. എന്റെ തൂലികാനാമമാണ് കൃഷ്ണനുണ്ണി. ഒന്ന് പോ ചേട്ടാ. ഇത് കഴിവുള്ള ആരോ എഴുതിയതാ. അക്ഷരം കണ്ട എനിക്കറിയാലോ. അതെ, സംഗതി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ മതി. അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോ? എനിക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത് സത്യമാ. വായിച്ചാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ വായിച്ച് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ നിന്നെ കൊണ്ട് വായിപ്പിച്ചത്. നീ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ കണക്കൂട്ടിൽ തെറ്റില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അതെ, ഈ കഥ നമ്മുടെ ജീവപനീച്ച ഒരു സൂപ്പർ ഹിറ്റ് ആവില്ലേ? ഒന്ന് സംസാരിച്ചൂടെ? എടി, അവന്റെ തിരക്ക് എന്താണെന്ന് നിനക്കറിയാവോ? 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാന്നാ പറയണേ. കൂടെ പഠിച്ചത് മാത്രല്ലല്ലോ, അക്കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ. പിന്നെന്താ പറഞ്ഞാല്? ഒന്ന് പോയി കാണാല്ലേ? ആര് ചോദിച്ചാലും നമ്മൾ എഴുതിയതാണെന്ന് പറഞ്ഞാൽ മതി. കഥ, തിരക്കഥ, സംഭാഷണം ലീന ആൻഡോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ആ സ്ക്രിപ്റ്റിംഗ് എടുത്ത് എങ്ങനെയുണ്ട്? അടിപൊളി. എന്നാ നീ പറഞ്ഞത്? സ്റ്റുപ്പിഡെന്നോ? മീൻചന്ത കടപ്പുറത്ത് ഊള പിള്ളേർക്ക് ചില്ലി കാശിന് വേണ്ടി ഉടുമുണ്ടി ഉറിഞ്ഞു കൊടുത്ത കടപ്പുറം മേരി മിസ് മറിയമായതിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറഞ്ഞാൽ നീ നാറും. നീ പൂശിയിരിക്കുന്ന ഊതുകൊണ്ടൊരു കുളമുണ്ടാക്കി അതിൽ നീ മുങ്ങിക്കുളിച്ചാലും നിന്റെ ആ നാറ്റം പോയില്ല മേരിക്കുട്ടി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയ പണമാ. അതിൽ നിന്നൊരു അണാ പൈസ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കില്ല മേരിക്കുട്ടി. മര്യാദയ്ക്ക് എന്റെ കണക്ക് തീർത്തോളണം ഇന്ന് തന്നെ. ഇനി ഒരു തവണ കൂടി എന്നെ വരുത്തിക്കരുത്. നീ വന്നാൽ നിന്നെ ഈ ഭൂലോകത്തുനിന്ന് എന്നെ പറഞ്ഞയച്ചിട്ടേ ഞാൻ പോകൂ. എന്നെ തടയാൻ നീ തീറ്റിപ്പോറ്റുന്ന ഈ തടിമാടന്മാർക്ക് 10 ജന്മം തപസിരുന്നാലും സാധിക്കില്ല മിസ് മേരിക്കുട്ടി. അപ്പോ പറഞ്ഞ പോലെ സൂപ്പർ ജീവ സാർ, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഗൾഫിൽ വെച്ചായിരുന്നില്ലേ? അതെ, ആ സിനിമയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത 50ാമത്തെ സിനിമയാണ്.
വെരി ഗുഡ്. കഴിഞ്ഞ സിനിമയിലും ജീവയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഡേറ്റ് ക്ലാഷ്. ആ അറിയാം അറിയാം. ആ വരൂ, ഇരിക്കൂ. ഇത് എന്റെ ഫ്രണ്ട് ആൻഡോ. നമസ്കാരം. ഇത് മേനോൻ സാർ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാ. എനിക്കറിയാം. ഓക്കെ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കുക. ആ ഹാ, അപ്പൊ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? ഓ, അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. മോളിപ്പോ എവിടെയാ? മോള് മൈസൂരാ, മെഡിക്കൽ കോളേജില് ഫൈനൽ ഇയറാ. മിടുക്കി. അപ്പൊ ഡോക്ടറുടെ തന്തയാവാൻ പോവാണ് നീ. നമ്മുടെ പഴയ കമ്പനിയൊക്കെ കാണാറുണ്ടോ? ആ മുണ്ടൻ ജോണി കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് വിളിച്ചിരുന്നു. അവനും കൂട്ടുകാരും കൂടെ ഏതാണ്ട് സിനിമ എടുക്കാൻ പോകുന്നെന്നോ, അവന്റെ കൂട്ടുകാരൊക്കെ പൂത്ത കാശുകാരാണെന്നാ പറയുന്നത്. ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ജാഫറും ബോബിയൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? എടാ, ജാഫറിന്റെ കാര്യത്തിൽ കഷ്ടത്തില്ല. ദുബായില് ബിസിനസ് ഒക്കെ ഉണ്ട്. പിന്നെ മോള് ഡോക്ടറാ, മോനാണെങ്കിൽ MBA. പക്ഷെ വൈഫിന് ക്യാൻസറാ. പാവം 5 കൊല്ലമായി ചികിത്സയിലാ. യെസ് യെസ്, എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ദുബായി ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. മറ്റേ പഴയ പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു. വൈഫിന്റെ അസുഖം അന്നാ ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മുടെ ബോബിക്ക് കുട്ടികളില്ല. അവന്റെ കുട്ടി വൈഫും, വൈഫിന്റെ കുട്ടി അവനും. അങ്ങനെ പോകുന്നു. ഇന്നലെ നീ വിളിച്ചപ്പോ എന്താ കാര്യം ഞാൻ ചോദിച്ചില്ല. എന്താ വിശേഷിച്ച്? ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി. സ്ക്രിപ്റ്റോ? പഠിക്കുന്ന കാലത്ത് ഒരു പ്രേമലേഖനം പോലും എഴുതാൻ അറിയാത്ത നീ സ്ക്രിപ്റ്റോ? കൊള്ളാം. ഞാൻ തനി എഴുതിയതല്ല, എന്റെ വൈഫും ചേർന്ന് എഴുതിയതാണ്. അവള് നേരത്തെ ചെറുകഥയൊക്കെ എഴുതുന്നു, നിനക്കറിയാലോ. നീ ഇതൊന്ന് വായിക്കണം. ഓ ഷുവർ. ദേ, എല്ലാവരോടും കാണിക്കുന്ന പോലെ വാങ്ങിച്ചു വെച്ചിട്ട് വായിക്കാതെ ഇരിക്കരുത്. നീ ഇത് വായിച്ചിരിക്കണം. സിബി സർ. നീ ഇതേ എന്റെ പെട്ടിയിൽ വെച്ചേക്ക്. ശരി സർ. സർ, ഡയറക്ടർ പറഞ്ഞു ഷോട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. ഓക്കെ. ആ പിന്നെ നീ ഊണ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. എന്റെ ഷോട്ട് റെഡിയാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഓക്കെ ഓക്കെ. ഒരു പുലരി പൊൻപുലരി പൊന്നു തൂകിയോ, ഒരു കാർമേഘം നിന്നിൽ നിന്നും വഴിമാറിയോ. ഒരു പുലരി പൊൻപുലരി പൊന്നു തൂകിയോ, ഒരു കാർമേഘം നിന്നിൽ നിന്നും വഴിമാറിയോ. ഒരു പൂക്കാലം നിൻ മനസ്സിൽ വന്നു മൂടിയോ, ഒരു പൂക്കാലം നിൻ മനസ്സിൽ വന്നു മൂടിയോ. ഒരു വർണ്ണക്കുട നിവർത്തി വരവേൽക്കുന്നുവോ, ഒരു വർണ്ണക്കുട നിവർത്തി വരവേൽക്കുന്നുവോ. രാക്കിനാവുകൾ നിന്റെ മുന്നിലായി പൂവണിഞ്ഞുവല്ലോ, രാക്കിനാവുകൾ നിന്റെ മുന്നിലായി പൂവണിഞ്ഞുവല്ലോ. നിറങ്ങളായിരം വർണ്ണമേകുവാ
പുലരി പൊൻപുലരി ഒന്നു തൂകിയോ ഒരു കാർമേഘം നിന്നിൽ നിന്നും വഴിമാറിയോ ഒരു പൂക്കാലം നിൻ മനസ്സിൽ വന്നു മൂടിയോ ഒരു വർണ്ണക്കുട നിവർത്തി വരവേൽക്കുന്നുവോ ഹായ് നല്ല മുട്ടക്കറി ആ എനിക്കിഷ്ടായി. ശോഭേ എന്തൊക്കെയാ വാങ്ങിക്കണ്ടേ? ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിയേട്ടാ. ഈയിടെയായിട്ട് ചെലവ് ഇത്തിരി കൂടുന്നുണ്ട്, ചുരുക്കണം. ഈയിടെയായിട്ടല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് തോന്നണത്. അതെനിക്കിട്ടൊന്നാക്കിയതാണല്ലോ. ഞാൻ സത്യം പറഞ്ഞതാ. ആ നിങ്ങളുടെ ഫീസ് കൊടുക്കേണ്ടത് നാളെയല്ലേ? അച്ഛൻ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാം കേട്ടോ. കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. നാളെയാ ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോഴത്തെ കറണ്ട് ബില്ല് കണ്ടാൽ തന്നെ ഷോക്കടിക്കും. കറണ്ട് ബില്ല് മാത്രല്ല, ഗ്യാസും മറ്റെല്ലാ സാധനങ്ങൾക്കും വില കൂടുതലേ. ആ വന്ന് വന്ന് സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. സാധനങ്ങൾ നേരിട്ട് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നീ പണ്ട് ചെറിയ ബഡ്ജറ്റ് കൊണ്ട് ഈ കുടുംബം നടത്തിയത് എങ്ങനെയാന്ന് മനസ്സിലായി. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ണിയേട്ടാ? ആ എനിക്ക് നേരത്തെ പോണം, ഇത്തിരി പണി കൂടുതലുണ്ട്. വൈകുന്നേരം വരുമ്പോ മക്കൾക്ക് അച്ഛ പറഞ്ഞ സ്റ്റിക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് വരാം കേട്ടോ. ഹായ് താങ്ക് യു അച്ഛാ. വേണ്ടാത്തൊക്കെ വാങ്ങി കൊടുത്ത് വഷളാക്കണ്ടാട്ടോ. വല്ലപ്പോഴും ഒക്കെ ഐസ്ക്രീം പിള്ളേര് കഴിക്കണോടി. ചിന്നുവിന്റെ അച്ഛൻ എന്നും അവൾക്ക് വാങ്ങിക്കൊടുക്കുമല്ലോ. ആ എന്നും കഴിച്ചാലേ ഈ തണുപ്പും മധുരമൊക്കെ ചെന്നിട്ട് പല്ല് പുഴുപ്പല്ലായി പോവും. അപ്പൊ ചിന്നുവിന്റെ പല പുഴുപ്പല്ലല്ലോ. അതായിക്കോളും. അച്ഛൻ ഇറങ്ങട്ടെ, ടാറ്റാ. പോയിട്ട് വരുമ്പോ സാധനങ്ങൾ വാങ്ങാൻ മറക്കല്ലേ. ശരത്. ഹലോ. എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടി. എൻ്റെ സുഹൃത്ത് എഴുതിയതാ. ഞാൻ വായിച്ചു, നന്നായിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഒന്ന് വായിച്ചു നോക്കൂ. അതിനെന്താ, ഞാൻ നോക്കാം. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് വല്ലതും ആയോ? ഇല്ല, പലതും നോക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്രദ്ധിച്ചില്ലെങ്കിലേ പണി കിട്ടും. ശരിയാ, ശരത്ത് ചെയ്ത 2 പടവും സൂപ്പർ ഹിറ്റായിരുന്നു. ഇനി സൂക്ഷിക്കണം. ശരത്തിൽ നിന്നും ഇനി അതൊക്കെ മേലെ പ്രതീക്ഷിക്കും. ആ, അതാണ് എൻ്റെയും പേടി. സബ്ജക്റ്റ് ഒത്തു വന്നിട്ട് ഇനി പടം ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, സ്ക്രിപ്റ്റ് രാവിലെ ഞാൻ കൊടുത്തയക്കാം. ഓക്കെ. എന്താ വീട്ടിൽ പോകുന്നില്ലേ? ഓ 8 മണിയായ, സമയം പോയത് അറിഞ്ഞില്ല. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ റെസ്റ്റ് ഇല്ലാതായോ? കുറച്ചൊക്കെ റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി.
ഞാനങ്ങനെയാ, ഒരു കാര്യത്തിന് ഇറങ്ങിയ പിന്നെ അത് മാത്രമേ തലയിലുണ്ടാവും. എടാ വീട്ടിൽ പോവാൻ നോക്ക്, ശോഭൻ പിള്ളേർ നോക്കിയിരിക്കുമല്ലേ. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, കുട്ടികൾക്കൊന്ന് ചെല്ലുമ്പോൾ ഫീസ് കൊടുക്കാന്ന് പറഞ്ഞു. പൈസ വല്ലതും വേണോ? വേണ്ട, തൽക്കാലം ഇപ്പം എന്തെങ്കിലും ഉണ്ട്. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്നേ പോട്ടെ നിങ്ങൾ. ഓക്കെ, നീ വിട്ടോ. സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. ആരാ എഴുതിയത്? എൻ്റെ ഒരു സുഹൃത്താ, അവനും അവൻ്റെ വൈഫും കൂടെ എഴുതിയതാ. നന്നായിട്ടുണ്ട്. ഞാനും നല്ലൊരു സബ്ജക്റ്റിന് വേണ്ടി തിരയുകയായിരുന്നു. എൻ്റെ അടുത്ത പടത്തിലൊരു ക്ലാഷ് ഉണ്ട്. അവരുടെ സ്ക്രിപ്റ്റ് അങ്ങ് തൃപ്തിയാവുന്നില്ല. പല തവണ ഞാൻ മാറ്റി എഴുതിച്ചു, എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ആ ഡയറക്ടർ അത്ര പോരാ. നല്ല സബ്ജക്റ്റ് അല്ലെങ്കിൽ അറിയാലോ, പടം പൊളിയും. സ്ക്രിപ്റ്റ് സാറിനെ കണ്ട് എഴുതിയ പോലെ ഉണ്ട്, ഒന്നും കളയാനില്ല. പെർഫെക്റ്റ് സ്ക്രിപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ? നോക്കാം. നെക്സ്റ്റ് മന്ത് എൻ്റെ ഡേറ്റ് ഓക്കെയാണ്. ഞാൻ റെഡിയാണ്. പ്രൊഡ്യൂസർമാർ ക്യൂ ആണ് പറഞ്ഞത്. സബ്ജക്റ്റ് ആയിരുന്നു പിന്നെ അത് ശരിയായ സ്ഥിതിക്ക് നമുക്ക് പടം തുടങ്ങാം. ഓക്കെ, യു ക്യാരി ഓൺ. ആക്ഷൻ. കട്ട്. ഇതെടുക്കണ്ടേ? ദേ ഇവിടെ ഇവിടെ ഇവിടെ. എത്രയത്? 34. ഇപ്പുറത്ത് ഇപ്പുറത്ത്. ഉണ്ണിയേട്ടാ, അതും കൂടി എടുത്തു. ദേ ദേ ഇതൊന്നും നോക്കിയേ. ജീവയുടെ പുതിയ പടത്തിന്റെ കഥ നമ്മുടെ കഥയായിട്ട് സാമ്യമുണ്ട്. കഥകൾക്ക് അങ്ങനെ പല സാമ്യതകളും ഉണ്ടാവും. ഇത് കഥ മുഴുവനായിട്ടില്ലല്ലോ, ത്രെഡല്ലേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? ചിലപ്പോൾ സാമ്യം ഉണ്ടെങ്കിലോ? സിനിമ നാളെ തന്നെ റിലീസാന്നേ. ആരോട് അന്വേഷിക്കാനാ? എനിക്കാണെങ്കിൽ ഇവിടെ തീരെ സമയമില്ല. വീട്ടുകാരാണെങ്കിൽ ഇപ്പൊ സന്തോഷിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. ആ 42 അല്ലേ? അതെ. ഏതായാലും പടം റിലീസാവട്ടെ, അപ്പം നോക്കാം. അത്രേ? അത് 26. ആളില്ല. 11 മണിക്കല്ല ലൂൺഷ. ഇതെന്ത് പറ്റി? 11 മണിക്ക് ആരും കാണാനില്ലല്ലോ. ഇതെന്താ എല്ലാവരും തിരിച്ചു പോണേ? ടിക്കറ്റ് തീർന്നു പോയി, ഹൗസ്ഫുള്ളാണ്. 12 മണിക്ക് ഷോ, 11 മണിക്ക് ഹൗസ്ഫുള്ളാണ്. ഓൺലൈൻ ബുക്കിംഗ് അല്ലേ? 3 ദിവസത്തേക്ക് പടം ഫുൾ റിസർവാണ്. ചേട്ടാ, എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഒപ്പിച്ചു തരാൻ പറ്റും പ്ലീസ്? ടിക്കറ്റ് തീർന്നു ബ്രോ. നിർബന്ധമാണെങ്കിൽ ബ്ലാക്കിൽ 100 രൂപ കൂടുതൽ കൊടുത്താൽ പുറത്തുനിന്ന് കിട്ടും. ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ.
ഉണ്ണിയേട്ടാ ആ ഉണ്ണിയേട്ടാ നമ്മുടെ കഥ തന്നെയാണ് പകൽക്കിനാവോട്. എത്രയും പെട്ടെന്ന് നമ്മളവരെ കാണണം. സ്ക്രിപ്റ്റിൽ ഒരു ലക്ഷം മാറ്റാതെയാ അവര് ചെയ്തിരിക്കുന്നത്. ഏതൊരു ലീനാൻഡോന് വരെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജീവസാറ് പോയിന്ന് കണ്ടാലോ? അദ്ദേഹം നല്ല മനസ്സുള്ള ആളാണ്. അദ്ദേഹം ഇപ്പൊ എവിടെ കാണും? ഞാൻ പ്രൊഡക്ഷൻ മാനേജർ സച്ചി സാറ് വിളിച്ചിരുന്നു. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നാളെ എറണാകുളത്തുണ്ട്. ഡ്യൂലാൻഡ് ഹോട്ടലിലാണ് താമസിക്കുന്നേ. നമുക്ക് അവിടം വരെ ഒന്ന് പോകാൻ ചേട്ടാ.
എങ്ങോടാ? അകത്ത്. അതിലേറി പോകും. അതിലെ സാറേ, ജീവസാറിനെ ഒന്ന് കാണാമായിരുന്നു. അപ്പോയിൻമെന്റ് ഉണ്ടോ? അപ്പോയിൻമെന്റ് ഇല്ല. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പോയിൻമെന്റിൽ അത് കാണാൻ പറ്റത്തില്ല. പ്ലീസ് ഒന്ന് വിളിക്കാമോ? അപ്പോയിൻമെന്റ് അത് വിളിക്കാൻ എനിക്ക് അനുവാദമില്ല. ചേട്ടാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. പ്ലീസ് സാർ, ഒന്ന് വിളി. സോറി, ഞങ്ങൾക്കുള്ള നിർദ്ദേശം അതാണ്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങളിപ്പോൾ പോകണം. ഗുഡ് മോർണിംഗ്. ആ ഓക്കെ. 306. ഓക്കെ. നമുക്ക് ഇവിടെ ഇരിക്കാം. സാർ പുറത്ത് പോയി നമുക്ക് സംസാരിക്കാനാ. സാറേ, ഒരു കാര്യം പറയാനുണ്ട് സാറേ. പ്ലീസ് സാർ. സാറേ, പ്ലീസ് നിൽക്കണം സാറേ. ഒരു കാര്യം പറഞ്ഞു സാർ നിൽക്കണം സാറേ. പ്ലീസ് സാർ, പ്ലീസ് 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 സാർ. സാറേ, ഒരാളുടെ ലൈഫിന്റെ പ്രശ്നമാണ് സാറേ. വെയിറ്റ്, എന്താ പ്രശ്നം? സാറേ, സാറിന്റെ പുതിയ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി ഈ നിൽക്കുന്ന ആളാണ് സാർ. പേര് കൃഷ്ണനുണ്ണി. ഇയാളോ? അതെ സാർ. ഇയാളാണെന്നതിന് എന്താ തെളിവ്? 10-15 വർഷക്കാലം പല സ്ക്രിപ്റ്റുകൾ എഴുതി ഒരുപാട് പേരിന് മുന്നിൽ ഇദ്ദേഹം ചെന്നു സാർ. ആരും വായിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. സ്വന്തം കുടുംബത്തിൽ പോലും വെറുക്കപ്പെട്ടവനായി നാട്ടുകാരുടെ മുമ്പിൽ ഒരു കോമാളി കഥാപാത്രമായി. എന്നിട്ടും അതൊക്കെ സഹിച്ച് സിനിമ ജീവനായി കൊണ്ടുവരുന്ന ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാൻ സ്റ്റീഫൻ സുരേന്ദ്ര സാർ തയ്യാറായി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ സ്ക്രിപ്റ്റാണ് സാറേ ഇത്. ജോലിക്ക് പോകാതെ സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ ഭാര്യയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്. സ്ക്രിപ്റ്റ് വായിക്കാൻ ചെല്ലാന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസമാണ് ഭാര്യ ഈ സ്ക്രിപ്റ്റും മറ്റെല്ലാ സ്ക്രിപ്റ്റുകളും കൂടി ഒരുമിച്ച് ഒരു ആക്രിക്കാരന് എടുത്തു കൊടുത്തു. പിന്നെ സംഭവിച്ചൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല സാർ. ചോരൻ ജീവിതമാണ് സാറേ ആ സ്ക്രിപ്റ്റ്. സാറിനൊരു പരിഹാരം കാണണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇവരുടെ നമ്പർ വാങ്ങിച്ചു വെച്ചേക്ക്. ഓക്കെ സാർ, നമ്പർ പറ. 9847240924. ഓക്കെ, താങ്ക് യു സാർ. ചോരൻ ജീവിതമാണ് സാറേ ആ സ്ക്രിപ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. വെരി വെരി ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ്, വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് കൂടി സമ്മാനിച്ചതിന്. താങ്ക് യു വെരി മച്ച്. ഞാൻ വിളിച്ച് അഭിനന്ദിക്കാനിരിക്കുകയായിരുന്നു. എന്താ ഇപ്പോൾ വിശേഷിച്ച്? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ? കൃഷ്ണനുണ്ണി എന്നൊരാള് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് സാറ് വായിച്ചിരുന്നു. ആ സ്ക്രിപ്റ്റിന്റെ പാറ്റേൺ എനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷേ സബ്ജക്റ്റിന്റെ പഴമ കാരണം പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അയാൾ എഴുതി കഴിഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ പറഞ്ഞ ദിവസം അയാൾ വന്നില്ല. ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കി, കിട്ടിയില്ല. നല്ല സ്റ്റാഫുള്ള ആളാണ്. ശരി സാർ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ഹലോ ആൻഡോ, വൈകിട്ട് ഞാൻ എൻ്റെ വില്ലയിലുണ്ടാകും. അത്യാവശ്യമായിട്ട് എന്നെ വന്നൊന്ന് കാണണം. ഓക്കെ ശരി.
ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത്? എടാ ഞാനും എൻ്റെ വൈഫും കൂടി. നിനക്ക് സിനിമ എന്തെന്നറിയില്ല, അതിലേക്ക് എത്തപ്പെടാനുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് അറിയില്ല. നീ ഒരു സ്ക്രിപ്റ്റുമായി വന്നു. നിന്റെ ആത്മാർത്ഥ സുഹൃത്തായി ഞാനത് വാങ്ങി വായിച്ചു, ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ഒരു സിനിമയുമായി. എന്തുകൊണ്ട് ഹിറ്റായി? ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടും അതിലുപരി ആ സ്ക്രിപ്റ്റ് നന്നായതുകൊണ്ടും, നല്ലൊരു ഡയറക്ടർ അത് സംവിധാനം ചെയ്തതുകൊണ്ടും. ഈ സൂപ്പർ സ്റ്റാർ പദവിയിലെത്താൻ ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നിനക്കൊന്നും അറിയില്ല ആൻഡോ. 1 2 വർഷമല്ല, 6 വർഷം ഒരു ചാൻസിന് വേണ്ടി ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ടുണ്ട് ഞാൻ. ആരും തന്നില്ല. പിന്നെ കഥ എഴുതാൻ തുടങ്ങി, സ്ക്രിപ്റ്റ് എഴുതി. എന്തിനെന്നോ ആ വഴിക്കെങ്കിലും ഒന്ന് സിനിമയിൽ കയറിക്കൂടാ. ഒരുപാട് ബാനറുകളുടെ ഓഫീസിന് മുന്നിലും സംവിധായകരുടെ മുന്നിലും ഞാൻ ചെന്നു. ഒന്ന് വായിച്ചു നോക്കാൻ പോലും ആരും തയ്യാറായി. ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. വണ്ടിക്കൂലി ഇല്ലാതെ വന്നപ്പോ കള്ളട്രെയിൻ കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് മോഹമായിരുന്നു എനിക്ക് സിനിമയോട്. അവസാനം അഭിനയമോഹവുമായി എന്റെ കൂടെ പല സെറ്റുകളിലും, അതിലുപരി എന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ടുള്ള രോഹിത്, അവനൊരു സിനിമാ സംവിധായകനായപ്പോ നല്ലൊരു വേഷം തന്നു. ചെറുതാണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു. പടവും ഹിറ്റായി. അത് കണ്ട പല സംവിധായകരും അവരുടെ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ തരാൻ തുടങ്ങി. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സൂപ്പർ സ്റ്റാർ പദവി. നിനക്കറിയോ, ഇന്നെന്നെ പുകഴ്ത്തുന്ന പലരും പുച്ഛിച്ചിട്ടുണ്ട്. എന്റെ വീട്ടുകാർക്ക് പോലും എന്നെ വെറുപ്പായിരുന്നു. ഇതെല്ലാം സഹിച്ചു നിന്നതിന് ദൈവം തന്ന അനുഗ്രഹമാണ് ഈ പദവി. അതുപോലെ നിഷ്കളങ്കനായ ഒരു പാവ മനുഷ്യന്റെ കണ്ണീരിൽ കുതിർന്നൊരു സ്ക്രിപ്റ്റാണിത്. 15 വർഷത്തെ അധ്വാനത്തിന് ദൈവം കൊടുത്ത പ്രതിഫലം. അത് തട്ടിയെടുത്താൽ തലമുറയായി നീയും നിന്റെ കുടുംബവും അതിന്റെ ശാപം അനുഭവിക്കും. ഇനിയെങ്കിലും സത്യം പറയാണ്ടോ, നിനക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? പറയാണ്ടോ? സോറി, വെരി സോറിഡാ. കമ്പനിയിൽ പൾപ്പുണ്ടാക്കാൻ വന്ന വേസ്റ്റ് പേപ്പർ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാ. താങ്ക് യു ആൻഡോ. നീ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. നിനക്കതിന്റെ പുണ്യം കിട്ടും. ഹലോ ആ സാറേ പറയ്. ഓക്കെ സാർ, ഓക്കെ. ആ ഉണ്ണിയേട്ടാ, ജീവ സാർ വിളിച്ചിരുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ടോക്ക് ഷോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയേട്ട ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ അങ്ങോട്ട് വരാം. നമസ്കാരം, സിനിമ ടുഡേയിലേക്ക് സ്വാഗതം. പകൽക്കിനാവുകൾ മലയാള സിനിമയിൽ വീണ്ടും ഒരു മെഗാ ഹിറ്റ് കൂടി പിറക്കുകയാണ്. ഒരു ചരിത്രമാകാൻ പോകുന്ന സിനിമ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും ഹെവി റിട്ടേൺ. ഒരു ഷോ ആരംഭിക്കുമ്പോൾ തന്നെ 3 ഷോയ്ക്കുള്ള ആളുകൾ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകും. മലയാളത്തിന്റെ മെഗാസ്റ്റാർ ജീവനായകനാകുന്ന ഈ ചിത്രം കാർഷൻ റെക്കോർഡുകളിൽ 200 കോടി ക്ലബിൽ കയറുമെന്ന് ഉറപ്പായി. 2 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റാക്കിയ മലയാളത്തിന്റെ യുവ സംവിധായകൻ ശരത് അണിയിച്ചൊരുക്കിയ സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. നമുക്ക് മെഗാസ്റ്റാറിനോട് ചോദിക്കാം, ഈ വിജയം മെഗാസ്റ്റാറിന്റെ വിജയമോ സൂപ്പർ സംവിധായകന്റെ വിജയമോ? ഇത് മെഗാസ്റ്റാറിന്റെ വിജയമോ സൂപ്പർ സംവിധായകന്റെ വിജയമോ ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു സിനിമ പൂർത്തീകരിക്കാൻ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനം ആവശ്യമാണ്. സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന്റെ ഗുണവും ദോഷവും പ്രധാന നടന്റെയും സംവിധായകന്റെയും തലയിൽ കെട്ടിവെക്കാനാണ് ഇവിടെ എല്ലാവരും ശ്രമിക്കാറ്. എന്റെ ഒരുപാട് ചിത്രങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ കാരണം തിരക്കഥയുടെ നന്മയും തിന്മയുമാണ്. സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. അത് മോശമായാൽ സിനിമ പരാജയപ്പെടും, അത് നന്നായാൽ സിനിമ വിജയിക്കുകയും ചെയ്യും. ഈ ചിത്രത്തിന്റെ വിജയവും അത് തന്നെയാണ്. അപ്പോൾ ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ലീനോ ആൻഡോയ്ക്കാണോ മുഴുവൻ ക്രെഡിറ്റുമെന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? തിരക്കഥാകൃത്തിന് തന്നെയാണ്, പക്ഷേ ലീന ആൻഡോയ്ക്കല്ല. അപ്പോൾ പടത്തിന്റെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത് ലീനോ ആൻഡോ അല്ലേ?
അല്ല, ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് നിഷ്കളങ്കനായ ഒരു നാട്ടുപുറത്തുകാരൻ കൃഷ്ണനുണ്ണിയാണ്. ചിത്രത്തിന്റെ ടൈറ്റിലിൽ ലീനോ ആന്റോയുടെ പേരാണല്ലോ എഴുതി കാണിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരക്കഥ ലീന ആന്റോയ്ക്ക് ലഭിക്കുകയും അത് ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ ലീന ആന്റോ തന്നെ തിരക്കഥ എഴുതിയത് കൃഷ്ണനുണ്ണിയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണനുണ്ണിയെ വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യം ചാനലിലൂടെ പറഞ്ഞതിന് ശേഷം വിളിക്കാമെന്ന് കരുതി. സംവിധായകൻ എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നാളെ മുതൽ പടത്തിന്റെ ടൈറ്റിലിൽ കൃഷ്ണനുണ്ണിയുടെ പേരായിരിക്കും. മലയാളത്തിലെ പ്രഗത്ഭനായ തിരക്കഥാകൃത്തായി അദ്ദേഹം മാറുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ ചിത്രത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾ കൃഷ്ണനുണ്ണിക്ക് സമർപ്പിക്കുകയാണ്. പകൽക്കനാവ് എന്ന ചിത്രത്തിലെ ട്വിസ്റ്റിനേക്കാൾ വലിയ ട്വിസ്റ്റാണ് തിരക്കഥാകൃത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രൊജക്ടറിൽ നിന്നും ആവിർഭവിക്കുന്ന നിഴലുകൾക്ക് മുമ്പിലാണ് തങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം പോലും മറന്ന് ജനഹൃദയങ്ങൾ വിധിപ്പിക്കിറഞ്ഞ് ഇടയ്ക്കൊന്ന് പൊട്ടിച്ചിരിച്ച് മലയാള സിനിമയുടെ അപ്രഭാളികളിൽ നടന വിസ്മയത്തിന്റെ വർണ്ണചാരുത എഴുതി തീർത്ത് ജീവിക്കുന്ന അതുല്യ നടൻ. ഒരു കണ്ണിൽ കഥനവും മറുകണ്ണിൽ ആനന്ദവും. ഇത്തരത്തിലുള്ള വലിയ വലിയ അഭിനയ മുഹൂർത്തങ്ങൾ മലയാള സിനിമയുടെ തിരശ്ശീലയ്ക്ക് സമർപ്പിച്ച് എന്നോട് ക്ഷമിക്കല്ല വേണ്ടത്. എന്റെ ശോഭയോട് ഞാൻ നന്ദിയല്ലേ പറയട്ടെ. നീ അന്നത് ചെയ്തതുകൊണ്ടാണ് ഈ സ്ക്രീൻ പ്ലേ ഇത്രയും വേഗം സിനിമയായത്. ഞാൻ അന്നത് സ്റ്റീഫൻ സാറിന്റെ അടുത്ത് പോയി വായിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് നടക്കാതെ പോയല്ലോ. അല്ലെങ്കിൽ അത് സിനിമയാകാൻ വർഷങ്ങളോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നേനെ. ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ 3-4 വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ഈ സമയത്ത് വെറും 6 മാസം കൊണ്ട് ഈ ചിത്രം റിലീസായില്ലേ. ഇതിനെങ്ങനെ ഞാൻ നിന്നോട് നന്ദി പറയും ശോഭ. ഈ സമയം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നിന്നും മലയാള സിനിമയിലേക്ക് ആദ്യമായൊരു തിരക്കഥാകൃത്ത് ജന്മമെടുത്തിരിക്കുന്നു. നമ്മുടെയെല്ലാം സുഹൃത്തും സഹോദരനുമായ ശ്രീ കൃഷ്ണനുണ്ണി. കൃഷ്ണനുണ്ണിയുടെ ആദ്യ സിനിമ തന്നെ 100 ദിവസം പിന്നിടുന്ന ഈ സുദിനത്തിൽ ഈ ചിത്രത്തിൻ്റെ ശില്പികൾ നമ്മുടെ നാട്ടിൽ വന്നതിന് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. ഈ ചിത്രത്തിൻ്റെ വിജയം മാത്രമല്ല, മലയാള സിനിമയിലെ പ്രശസ്തരായ പല സംവിധായകരുടെയും ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കുന്നതും കൃഷ്ണനുണ്ണിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു നടനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം സുഹൃത്തായ രാജ്കുമാർ. കൃഷ്ണനുണ്ണിയെ പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ശരത് സാറിനെയും ഒപ്പം മെഗാസ്റ്റാർ ജീവ സാറിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി മൊമെന്റ് നൽകുന്നതിന് വേണ്ടി നാടിന്റെ പ്രിയപ്പെട്ട MLA മാണി സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ നൽകിയ ആദരവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുവാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കൃഷ്ണനുണ്ണിയെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയ നിറഞ്ഞ എൻ്റെ നാട്ടുകാരെ, ഇന്നിവിടെ എത്തിയിട്ടുള്ള മലയാള സിനിമയിലെ മെഗാസ്റ്റാറും തങ്ക മനസ്സിനുടമയുമായ ശ്രീ ജീവ സാർ,
എൻ്റെ ആദ്യ കഥ ഒരു ഹിറ്റ് സിനിമയാക്കി മാറ്റി തീർത്ത പ്രിയപ്പെട്ട ശരത് സാർ, MLA മാണി സാർ, ഒത്തിരി ചിത്രങ്ങൾ നിർമ്മിച്ച ശ്രീ മേനോൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സ്വീകരണങ്ങൾ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി ആ സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു എന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ. ഇങ്ങനൊരു സ്ഥാനത്തെത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടുകാർക്ക് ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. സ്നേഹനിധിയായ എൻ്റെ ഭാര്യ ശോഭ, അവൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ മൂലം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ കഥ ജീവൻ സാറിൻ്റെ കയ്യിലെത്തിച്ച പ്രിയപ്പെട്ട ആൻഡോയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്കിപ്പോൾ ഏറ്റവും വലുത് എൻ്റെ കുടുംബം തന്നെയാണ്. അവരുടെ സന്തോഷവും സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല സിനിമകളിലൂടെ നാടിനും നാട്ടുകാർക്കും നല്ല സന്ദേശങ്ങൾ നൽകുന്നതിനായി എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കുന്നതാണ്. എൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ പ്രേക്ഷകരാണ് ഈ സിനിമ വിജയിപ്പിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ഒരാളുടെ